ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമില്ലേ? എനിക്ക് സുഖമാണ്. ഇന്നുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്ന മുമ്പ് ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. അപ്പോൾ അതാ ഇന്ന് ഞാൻ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ചക്കക്കറിയാണ് ഉണ്ടാക്കുന്നത്. ചക്ക കൊണ്ടാണ് നമുക്ക് റെസിപ്പി ഉണ്ടാക്കേണ്ടത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതാ എൻ്റെ നല്ല അടിപൊളി പഴുത്ത നല്ല മധുരമൊക്കെയുള്ള ചക്ക ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്കേൻ്റെ സമയമൊക്കെ കഴിഞ്ഞെന്നറിയാം. എന്നാലും നമ്മുടെ വീട്ടിലിപ്പോൾ ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറിച്ചപ്പോൾ നിങ്ങൾക്ക് കറിയൊക്കെയാണ് നിങ്ങളിവിടെ കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ അതാ ചക്കയൊക്കെ കുരുവൊക്കെ മാറ്റി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഇത് കൂഴച്ചക്കയാണെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. ഇത് കഷ്ണങ്ങളായിട്ട് ഉണ്ടാവില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിലെല്ലാ ചക്ക കൊണ്ട് നമുക്കിതുപോലെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. മധുരക്കറി ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെടും. അല്ലാതെ വെറുതെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ആണെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പത്തിരിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോംബോയാണ്. ബെസ്റ്റ് കോംബോയാണ്. ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ്. അതുപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് കുനുകുനായിട്ട് അരിഞ്ഞെടുത്തേക്കുന്ന ചക്ക ഉണ്ടല്ലോ, അത് ഈ പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ചക്ക ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കിയത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഇത് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഇതിന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചക്ക ഇത് വേകാനുള്ള വെള്ളം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. ഒന്ന് വേവിച്ചിടാം. ഇനിയിപ്പോൾ ഒന്ന് ഇളക്കി മൊത്തം നമുക്കൊന്ന് ഗ്യാസ് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് വേവിച്ച് വെള്ളം പറ്റി അത് അടിപ്പിടിച്ചൊന്നും കളയരുത്. ലോ ഫ്ലെയിമിലിട്ടാൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വലിയ വേവുള്ള സാധനമൊന്നുമല്ല ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഇതുപോലെ അടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആകെ തേങ്ങ ചിരണ്ടണം, തേങ്ങാപ്പാലെടുക്കണം. അതാണ് നമ്മുടെ ജോലി. അല്ല ഒരുപാട് ജോലിയൊന്നും ഇന്നത്തില്ല. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തീരും. അപ്പോൾ ചക്കയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇത്തിരി നേരം കൂടി ഇരുന്നോട്ടെ. അപ്പോൾ അടുത്തേക്ക് നമുക്ക് തേങ്ങയൊക്കെ ചിരണ്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു പിടി തേങ്ങ, അതായത് ഒരു കുറുകൻ പാലിന് വേണ്ടിയുള്ള തേങ്ങ എടുത്തിട്ട് ഒരു ചെറിയൊരു മുറി എടുത്താലും കുഴപ്പമൊന്നുമില്ല. കുറുകയായിട്ടെടുക്കുക. അപ്പോൾ പെരിഞ്ജീരകം വെച്ചാൽ വലിയ ജീരകമില്ലേ, വലിയ ജീരകം 1/2 ടേബിൾ സ്പൂണും ഏലക്ക ഒരു 3-4 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3ഉം കൂടിയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. ഏലക്കായ എടുക്കാൻ പോയതാണ് വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഇതാ ഒരു 3-4 ഏലക്ക അത് ഇട്ട് കൊടുത്താണ്. നമുക്കൊരു ഫ്ലേവർ, നല്ല ഫ്ലേവർ ആണെങ്കിൽ കുറച്ചൊരു 3-5 അല്ലെങ്കിൽ ഒരു 3-4 മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇനി അതെടുത്ത് നന്നായിട്ട് മിക്സീൻ്റെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെന്ന് അരപ്പ് പോലെയാക്കി എടുക്കണ്ട. നല്ല നമുക്ക് പാലെടുക്കാനുള്ളതാണ്. നല്ല തിക്കായിട്ടുള്ള പാൽ വേണം. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയിട്ടൊക്കെ അരച്ചൊക്കെ എടുത്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം പോരാത്തതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. അപ്പോൾ തിക്കായിട്ടുള്ള പാലിന് വേണ്ടി ഇത് അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അരിച്ച് നമുക്കൊരു മാറ്റാം. ഞാനിപ്പോൾ ഇത് അരിച്ചൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ച് വെച്ചേക്കുന്ന ചക്കയിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണ്. ഇനി ചക്കയിലേക്ക് ഒഴിച്ച് ഗ്യാസ് ഓണാക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടേക്കാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തിക്നെസ് ഉണ്ടാവില്ലല്ലോ, ചക്കയെന്ന് വെച്ചാൽ കൊഴുപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വെള്ളം പോലെ കിടക്കൂലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് റവയാണ്. റവ ഒരു വലിയ സ്പൂണ്, അതായത് ടേബിൾ സ്പൂൺ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ റവയുണ്ട് ഇത്. അപ്പോൾ നല്ല തിക്കായിട്ട് നല്ല കുറുകനായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഇടുക, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതി. ചിലരിത് അരിപ്പൊടി ഇങ്ങനെ പാലിൽ കുറുക്കി ഒഴിക്കാറുണ്ട്, ഒരു കുറുകലിന് വേണ്ടി. എനിക്ക് അരിപ്പൊടീനേക്കാൾ ഇഷ്ടം റവയാണ്. റവ ചെയ്തുകൊണ്ട് ഞാൻ 2 സ്പൂൺ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേണ്ടത് ആവശ്യത്തിന് പഞ്ചസാരയാണ്. പഞ്ചസാര നിങ്ങളുടെ മധുരം അനുസരിച്ച് പഞ്ചസാര ഇടുക. എപ്പോഴും ഞാൻ പറയാറുണ്ട്, പഞ്ചസാര ഒരാളുടെ കണക്ക് പറയുമ്പോൾ മറ്റേ ചിലപ്പോൾ അത്ര മധുരം കൂടുതലായിരിക്കും, ചിലപ്പോൾ മധുരം കുറവായിരിക്കും. അപ്പം നമ്മൾ എത്രയാണ് നമ്മുടെ വീട്ടിൽ മധുരം എടുക്കുന്നത്, നമ്മൾ കഴിക്കുന്ന എത്ര അതുപോലെ അനുസരിച്ച് മധുരം ഇടുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല മധുരം വേണം. ഇവിടെ 6 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ഏലക്കായൊക്കെ ഓൾറെഡി നമ്മൾ ചതച്ചിട്ടുകൊണ്ട് ഏലക്കാൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ട്. ഇനി ഏലക്കാപ്പൊടിയുടെ കാര്യമൊന്നുമില്ല. ഇനി വേണ്ടത് നമുക്ക് ഒരു നുള്ളു ഉപ്പാണ്. ഉപ്പ് നമുക്ക് ഇട്ടാലേ നമുക്ക് കറക്റ്റ് നമ്മുടെ അതിൻ്റെതൊരു ഫ്ലേവർ കിട്ടും, ഒരു മധുരവും ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നേരം തിളച്ച് ഒന്ന് പറ്റണം. ഇളക്കിക്കൊണ്ടിരിക്കുക, പിരിഞ്ഞൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കി ഒന്ന് ആ റവയൊക്കെ ഒന്ന് വെന്ത് ഒന്ന് കുറുകി വരണം.
അപ്പോൾ ഒരു ഏകദേശം ഇതുപോലെ കഴിയുമ്പോഴത്തേക്കും കുറച്ച് നമുക്ക് ആറിക്കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ആവും. അപ്പോൾ ഇത് ഇപ്പം കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് വെള്ളം പോലെ തന്നെയല്ലേ ഇരിക്കണേന്ന്. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് കുറുകലായിട്ട് എടുക്കുന്നില്ല, കട്ടിക്കുറുകലായിട്ട് എടുക്കുന്നില്ല, കുറച്ച് ലൂസായിട്ടിരിക്കണതാണ് ഇവിടെ ഇഷ്ടം. പക്ഷേ എന്നാലും ചെറിയൊരു തിക്നെസ്സും വേണം. അപ്പോൾ ഇത് ഇപ്പോൾ തിളച്ച് ആറിക്കഴിയുമ്പോഴത്തേക്കും ഏകദേശം കറക്റ്റ് പരുവാകും, ഒഴിച്ച് നമുക്ക് കറിക്കാൻ പറ്റിയ ഒരു പരുവത്തിലാകും. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ആക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നെയ്യ് ഒഴിക്കാം. നെയ്യ് നിങ്ങൾക്ക് നേരിട്ട് നെയ്യ് ഒഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു 2 ഉള്ളി നെയ്യിൽ മൂപ്പിച്ച് അങ്ങനെ വേണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ ഞാൻ ഉള്ളിയൊന്നും മൂപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഉള്ളി മൂപ്പിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇത് തണുക്കാൻ വെക്കാം. ആറി കഴിയുമ്പോഴാണ് കറക്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ആറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ചൂടൊക്കെ ആറി കറക്റ്റ് തിക്കായിട്ടൊക്കെ വരും. ഇപ്പോൾ അതാ ഏകദേശം കറക്റ്റ് തിക്കായി കണ്ട ഈ പരുവത്തിലിരിക്കണം. ഇവിടെ എന്നാലൊരു നമുക്ക് ഇതിനകത്തിന് ഒഴിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് തിക്കായിപ്പോയി കഴിഞ്ഞാൽ അത്ര ഇഷ്ടം തോന്നാറില്ല. ഇനി നമുക്കൊരു ബൗളിലേക്കൊക്കെ മാറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. ഞാനിന്ന് ഇടിയപ്പമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമുക്ക് കഴിക്കാം. അപ്പോൾ അത് ചക്കയൊക്കെ ഇടുന്നുണ്ട്, കാണാൻ നല്ല രസമില്ല, നല്ല ടേസ്റ്റാണ്. ഇവിടെ എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ചക്ക ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുവാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ആദ്യം ഇടിയപ്പത്തിൻ്റെ കൂടെ ഒഴിച്ചിട്ട് കൊടുത്തിട്ടാണ് ഇതുപോലെ ഇരിക്കണം എനിക്ക്, അതാണ്. അപ്പോൾ വേറെ തേങ്ങാപ്പാലോ ഒന്നിൻ്റെയും ആവശ്യം വരുന്നില്ല. നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.